എന്റെ കൺമുമ്പിൽ അല്ലാഹു ഉണ്ട് എന്ന ബോധത്തിൽ നിസ്കരിക്കുന്നവരാണ്. എന്റെ മുമ്പിൽ അല്ലാഹു ഉണ്ട് എന്ന് ഞാൻ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന പോലെ നിനക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. പക്ഷേ ഫഇന്നഹു യറാക്, അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് നീ വിചാരിക്കണേ. അപ്പോഴാണ് ഒരാൾ മുസ്ലിമായതിനു ശേഷം മുഅ്മിനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ മുഹ്സിൻ എന്ന കാറ്റഗറിയിലേക്ക് ഉയരുന്നത്. അതാണ് അള്ളാന്റെ ഔലിയാക്കന്മാരുടെ ലോകം. അതിനെ സംബന്ധിച്ചാണ് സൂഫി വര്യന്മാരെന്ന് പറയാ, ഇഹ്സാനിന്റെ ലോകത്ത് ജീവിക്കുന്നവർ എന്നല്ലാതെ കള്ളുടിച്ച് നടക്കുന്ന മനുഷ്യന്മാരെ പറ്റി അല്ലാതെ പറയാ. മിസ്റ്റിക് സൂഫീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ പറയും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ചില നാടുകളിൽ, ഇപ്പോൾ തുർക്കിയിൽ ഒരിടത്ത് സൂഫി മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ തമാശ. കുറേ മുട്ടും പാട്ടും പാടിയിട്ട് ഇങ്ങനെ ചാടി കളിക്കന്നെ. അവിടെ അള്ളാഹുവില്ല, റസൂലില്ല, കിതാബുമില്ല, സുന്നത്തുമില്ല. അത് യൂറോപ്യന്മാർ ഗ്രീക്ക് റോമൻ ഫിലോസഫിയുമായി കൂടിക്കലർത്തി ഇസ്ലാമിലെ ഒരു നല്ല ഭാവത്തെ തിരിച്ചു മറിച്ചിട്ടതാണ് മിസ്റ്റിക് സൂഫിസ് എന്ന് പറയുക. അതും ദീനുമായിട്ടൊന്നും ഇഹ്സാനുമായിട്ട് ഒരു ബന്ധമില്ല, വെറുതെ കാട്ടിക്കൂട്ടലാണ്. ശരിയായ തസൗഫ് എന്ന് പറയുമ്പോൾ മഹാനായ അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്തുസ്താദും, മഹാന്മാരായ ആരിഫീങ്ങളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, സി എം മടവൂർ തങ്ങളവറുകൾ അടക്കമുള്ള ഒരുപാട് ആരിഫീങ്ങൾ കഴിഞ്ഞുപോയ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ, മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു, മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ, മഹാനായ സുഹ്റവർദി തങ്ങളുടെ, മഹാനായ മഅറൂഫുൽ ഖർഖിയുടെ ഒരുപാട് സാത്വികരായ മഹത്തുക്കൾ ജീവിച്ചുപോയ ഒരു വഴിയുണ്ട്. അതാണ് തസൗഫ്, അതാണ് സൂഫിസം. എന്നല്ലാതെ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഒരു മോഡേൺ മിസ്റ്റിക് സൂഫിസം എന്ന് പറയും. വലിയ തമാശയാണത്. ഇഹ്സാൻ എന്ന സ്വഭാവത്തിലേക്ക് നിങ്ങളുടെ നിസ്കാരം മാറിക്കഴിഞ്ഞാൽ എങ്ങനെ? അള്ളാഹുവിനെ കാണുന്നു എന്ന പോലെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ നിന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിലുണ്ട്. ഉസ്താദന്മാരോ ഉമ്മയോ വാപ്പയോ വടി പിടിച്ച് മുമ്പിൽ നിൽക്കുമ്പോൾ മക്കളെ നിസ്കരിപ്പിച്ച് പഠിപ്പിക്കാന്ന് വിചാരിച്ചോളൂ. നല്ല കുട്ടിയെ നിസ്കരിക്കൂലേ? നമ്മോട് പോയ കുത്തിമാർ നിലം പൊട്ടി ഓടും ചെയ്യും. പക്ഷെ ഒരാളടുത്തുണ്ടെങ്കിൽ ഒരു പേടി വരും അല്ലേ? എപ്പോഴും നമ്മുടെയൊക്കെ അധികവും ദീന് പഠിച്ച് നമ്മുടെ ഉമ്മയിൽ നിന്ന്, ഉപ്പയിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്നാണ് അല്ലേ? അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പഠിക്കുള്ളൂ. മദ്രസയിലോ നല്ല കോളേജിലോ നല്ല ഒരു ദർസിലോ പറഞ്ഞയച്ചത് കൊണ്ട് മാത്രം കിട്ടൂല. അത് പ്രാക്ടിക്കലി മക്കൾ കാണണം. ആ കാഴ്ചയാണ് നമ്മുടെ ഈമാനും നമ്മുടെ അഖീദയും നമ്മുടെ യഖീനും നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അതാണിന്ന് സാധിക്കാത്തത്. ഉമ്മ അങ്ങനെ എന്തൊക്കെയോ കണ്ടു കിടക്കാൻ, ഉമ്മേൻ്റെ മൊബൈൽ എടുത്തിട്ട് കുട്ടി കളിക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടി നോക്കുമ്പോൾ ഉമ്മയുടെ സെർച്ച് ഹിസ്റ്ററിയിൽ കിടക്കുന്നതൊക്കെ വളരെ മോശപ്പെട്ടതാണ്. അത് കുട്ടി കാണാൻ തുടങ്ങി. കുട്ടി കണ്ടു തുടങ്ങിയപ്പോൾ 11 വയസ്സായ മോനിപ്പോൾ ആ കണ്ടതുപോലെയൊക്കെ ചെയ്യണം തോന്നാൻ തുടങ്ങി. അപ്പോൾ കുടുംബങ്ങളിൽ പറഞ്ഞ് എൻ്റെ കുട്ടികളെ എൻ്റെ കൂടെ ജീവിപ്പിക്കാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറയുന്നു. വീട്ടുകാരിറങ്ങിപ്പോകാൻ നിൽക്കുന്നു, പ്രശ്നങ്ങളാകുന്നു. എന്തേ? ഇതിൻ്റെയൊക്കെ തുടക്കം മോശപ്പെട്ട വീഡിയോസ് ഉമ്മ കാണുന്നുണ്ട്. അത് മൊബൈൽ കുട്ടീൻ്റെ കൈ കൊടുത്ത് ഉമ്മക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പോകല പരിപാടി. കുട്ടി അതെടുത്ത് നോക്കുമ്പോൾ ഇതാ, പിന്നെ കുട്ടി അത് കണ്ടു തുടങ്ങി. പിന്നെ അഡിക്ഷനായി, ഫോൺ അഡിക്ഷൻ എന്ന് പറയും. പച്ചയായ വ്യഭിചാരം കാണുന്ന അഡിക്ഷൻ. അപ്പോൾ കുട്ടിക്ക് അതുപോലെ തോന്നാൻ തുടങ്ങി. 11 വയസ്സായ മോനാണ്. എന്ത് ചെയ്യും? കുട്ടി നിരപരാധിയാണ്, ഉമ്മയിൽ നിന്ന് കിട്ടിയതാണ്. ഇതാണ് ഈ ലോകത്തെ തർബിയത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ നമ്മുടെ ഉമ്മമാരിൽ നിന്ന് നല്ലത് ഇൽമ്, തഖ്വയും സൂക്ഷ്മതയും കിട്ടേണ്ട കാലത്ത് അവർ തന്നെ വളഞ്ഞു പോയാൽ പിന്നെ മക്കളെങ്ങനെ? വഹൽ യുർജാ ലിഅത്ഫാലിൻ സ്വലാഹു ഇദർതലഉ സുദിയൻ നാഖിസാതി എന്ന് പറഞ്ഞ പോലെ ഉമ്മക്ക് ഉപ്പാക്കും പൂർണ്ണതയില്ലെങ്കിൽ മക്കൾക്ക് പിന്നെ എങ്ങനെ പൂർണ്ണത ഉണ്ടാവുക എന്നാ ചോദ്യം. ഇഹ്സാനിലേക്ക് നമ്മൾ വരണം. നമ്മുടെ നിസ്കാരം അള്ളാഹുവിനെ നമ്മൾ കാണുന്നു എന്ന പോലെ, നമ്മുടെ ഇബാദത്ത് അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട് എന്ന പോലെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ നിസ്കാരങ്ങളെ മുഴുവനാക്കി മാറ്റിയെടുക്കാൻ കഴിയോ? ഞാൻ ഈ പറയുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. റൂഹാനികളുടെ സ്വഭാവങ്ങളിലേക്ക് മുഅ്മിനീങ്ങൾക്ക് മാറാൻ കഴിയുന്ന, അവർക്ക് ചില അത്ഭുതങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. പലരെ കൊണ്ടും സാധ്യമാകാത്തത് സാധിക്കുന്നതായി അവർക്ക് തന്നെ ബോധ്യപ്പെടും. പക്ഷെ അത് അഹങ്കരിക്കുകയോ അത് പബ്ലിസിറ്റി ആക്കുകയോ
അത് മാർക്കറ്റ് ചെയ്യേ, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോഴേക്കും അള്ളാഹു ഇത് പിൻവലിക്കും. സ്വകാര്യമായി കൊണ്ടു നടക്കാൻ കഴിയണം. അത് ഇത്തരം അനുഭവങ്ങളൊക്കെ അള്ളാഹു നൽകുന്ന ഒരു തൗഫീഖാണതൊക്കെ. ആ തൗഫീഖിന് ശുക്ർ ചെയ്യുന്നുണ്ടോ, അതല്ല തൗഫീഖും വെച്ചിട്ട് കാശാക്കുകയാണോ, ഇതാണ് അള്ളാഹു നോക്കുന്നത്. ഇന്നത്തെ കാലം അതാണ്. ഒക്കെ ഫോട്ടോ എടുത്ത് വിടുകയാണല്ലോ, എല്ലാം ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യുക, എല്ലാം അങ്ങനെ ജനങ്ങളിലേക്ക് എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലം. ഒരു മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതവും പ്രൈവറ്റ് ജീവിതവും അല്ലാത്തതൊക്കെ വല്ലാത്തൊരു കാലമാണ്. വൽഅബ്ദു യന്തഖിലു ബിൽ ഇഹ്സാനി ഇലാ സിഫാത്തിൽ മാലകിർ റൂഹാനി. റൂഹാനിയായ മലക്കിൻ്റെ സ്വഭാവത്തിലേക്ക് ഇഹ്സാനിലൂടെ ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് മാറാൻ കഴിയും. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യലാണ്. ഖുർആൻ ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലുണ്ട്, ആ റബ്ബിൻ്റെ സംസാരമാണ് ഞാൻ കേൾക്കുന്നത് എന്ന ബോധത്തിൽ ഖുർആൻ ഓതുക. അള്ളാൻ്റെ മുമ്പിലുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും ഖുർആൻ ഓതിയിട്ടുണ്ടോ? നമ്മളങ്ങനെ ഖുർആൻ പിടിച്ച് നിൽക്കുമ്പോഴേ എൻ്റെ റബ്ബിൻ്റെ സംസാരമാണിത്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. എൻ്റെ റബ്ബൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധത്തോടുകൂടെയുള്ള ഒരു ഖുർആനോത്ത്. ദിക്ർ ചൊല്ലുമ്പോൾ എൻ്റെ റബ്ബൻ്റെ മുമ്പിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. റബ്ബേ നീ ഏറ്റവും വലിയവനാണ്. ഇത് നമ്മളെവിടെയോ ഒരു മൂലയിൽ നിന്ന് ഓതുകയാണ്. അള്ളാഹു എവിടെയോ ആണ്, നമ്മുടെ ചിന്തയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അപ്പോൾ ഇഹ്സാൻ ഉണ്ടാവില്ല. ഇഹ്സാൻ കൊണ്ടേ ഈ പരിപാടി നടക്കുള്ളൂ കേട്ടോ. ഇഹ്സാൻ കുറച്ച് പ്രയാസം, അതിനൊന്ന് ഒരുങ്ങണം. എപ്പോഴും എല്ലാവർക്കും പരാതി അതാ, നിസ്കരിക്കുമ്പോൾ ഓർമ്മ കിട്ടണില്ല, നിസ്കരിക്കുമ്പോൾ ബോധം വരുന്നില്ല, നിസ്കരിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് കിട്ടുന്നില്ല. നമ്മുടെ ഖൽബിൻ്റെ താക്കോല് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അള്ളാഹുവിന്റെ തൗഫീഖിനെ ചോദിക്കണം. പക്ഷെ നമ്മുടെ ഒരു അധ്വാനം വേണം. അതുകൊണ്ടാണ് വൽ അബ്ദു യന്തഖിലു ബിൽ ഇഹ്സാനി ഇലാ സിഫാത്തിൽ മാലകിർ റൂഹാനി തുത്വാ ലഹു മസാഫത്തുൽ ബൈദാഇ വയഅ്തലി ഫിൽ മാഇ വൽ ഹവാഇ തുത്വാ ലഹു മസാഫത്തുൽ ബൈദാ. വിജനമായി കിടക്കുന്ന ഭൂമിയുടെ ദൂരം പോലും അവർക്ക് ചുരുക്കപ്പെടുന്നുണ്ട്. വയഅ്തലി ഫിൽ മാഇ വൽ ഹവാഇ, വെള്ളത്തിലും വായുവിലും അവർക്ക് നടക്കാൻ കഴിയും, സഞ്ചരിക്കാൻ കഴിയും. ഇത് റൂഹാനികളുടെ പ്രത്യേകത. ഇത് മുഅ്മിനീങ്ങൾ. ചിലർ മാജിക് കൊണ്ട് കാട്ടും, അത് റിയൽ അല്ല. പിശാചുക്കളുടെ സഹായം കൊണ്ടുണ്ടാവാം. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് കറാമത്തായി അല്ലാഹു ഇത് നൽകുന്നുണ്ട്. അപ്പൊ ശരീരം കനം കുറയുമ്പോഴാണ് വായുവിലേക്ക് പൊങ്ങാൻ പറ്റുള്ളൂ. ശരീരം കനം കുറയുമ്പോഴേ അവർക്ക് വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ കഴിയൂ. അങ്ങനൊക്കെ നടന്ന മഹാന്മാരുണ്ട്, സ്വഹാബികളുണ്ട്. അതിൻ്റെ ഒരു തെളിവായിട്ടാണ് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യുറാ ലഹു ഫിശ്ശംസി ദുല്ലുൻ. സൂര്യപ്രകാശമുണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശരീരത്തിന് നിഴല് കാണപ്പെടാറില്ലായിരുന്നു. തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിന് നിഴലില്ലായിരുന്നു. ആ നിഴലില്ലാതിരിക്കുന്നത് ശരീരത്തിൻ്റെ കനം അല്ലെങ്കിൽ അത് നേർത്തതായി മാറുമ്പോഴാണ്, പ്രകാശരൂപത്തിലേക്ക് മാറുമ്പോഴാണ്. മഹാനായ ഹകീം തുർമിദി റഹ്മഹുല്ലാഹ് ദക്വാൻ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യുറാ ലഹു ദില്ലുൻ ഫീ ശംസിൻ വലാ ഖമരിൻ. നിലാ വെളിച്ചത്തിലോ പകലിലെ സൂര്യപ്രകാശത്തിലോ എൻ്റെ ഹബീബായ നബി തങ്ങൾക്ക് നിഴലില്ലായിരുന്നു എന്ന് ദക്വാൻ റളിയല്ലാഹു അൻഹു ഹദീസ് മഹാനായ ഹകീം തുർമിദി തങ്ങൾ ഉദ്ധരിക്കുന്നു. അവര് മഹാനായ ആത്മീയ ലോകത്തിൻ്റെ ഉള്ളറകൾ കണ്ട് അള്ളാഹുവിൻ്റെ സൂഫിയായ വലിയൊരു മഹാനാണ് ഹകീം തുർമിദി. രണ്ട് തുർമിദിമാരുണ്ട്. ഒന്ന് അബൂ ഈസ തുർമിദി, അവർ ഹദീസ് പണ്ഡിതൻ. ഹകീം തുർമിദി അവർ ഹദീസ് ഉദ്ധരിക്കും, പക്ഷെ അവർ ആത്മീയ ജ്ഞാനത്തിൻ്റെ തസൗഫിൻ്റെ അലിമ. രണ്ടുപേരും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്, അഫ്ഗാനിൻ്റെ ബോർഡറിലാണ്. 15 കിലോമീറ്ററുള്ള അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിലേക്ക് അവിടെ നിന്ന്
രണ്ടാളുടെയും മക്കാമുകൾ തമ്മിൽ ഒരു 2-3-4 കിലോമീറ്ററിൻ്റെ വ്യത്യാസം. ഞാൻ രണ്ടുപേരെയും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഹക്കീം തുർമിദി തങ്ങളെയും നമ്മുടെ ഹദീസ് പണ്ഡിതനായ മഹാനായ ഇമാം തുർമിദി തങ്ങളെയും. അള്ളാഹു സജ്ജനങ്ങളുടെ സാന്നിധ്യങ്ങളിലേക്ക് എത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്ന് വിശ്വസിക്കുന്നവരല്ലല്ലോ മുഅ്മിനീങ്ങൾ. അവരുടെ ശരീരം കിടക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. മുഅ്മിനീങ്ങളായ ജിന്നുകളുണ്ടാവും അവിടെ, സ്വാലിഹീങ്ങളുണ്ടാവും അവിടെ, അതൊക്കെ ദുആക്ക് ഉത്തരമുണ്ടാവും. മഹാനാണിത് സംഭവം ഉദ്ധരിക്കുന്നത്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യുറാ ലഹു ദില്ലുൻ ഫീ ശംസിൻ വലാ ഖമർ. വായുവിലേക്ക് ഒരു മനുഷ്യന് ഉയരാൻ കഴിയാന്ന് പറഞ്ഞാൽ ശരീരം ലൈറ്റാവണം, കനം കുറയണം, പ്രകാശം പോലെ ആവണം. അത് പുണ്യനബിക്കുണ്ടായതുകൊണ്ടാണ്. ഹബീബായ നബി തങ്ങളല്ലയോ മനുഷ്യരിൽ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവര്. ഇന്നി ലഅത്ഖാകും ലില്ലാഹ്, എന്നെപ്പോലെ അള്ളാഹനെ ഭയപ്പെടുന്ന ഒരാളും നിങ്ങളിലില്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ മലക്കുകളുടെ രൂപത്തിലേക്കോ ഭാവങ്ങളിലേക്കോ ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഉയർച്ച അതാർക്കും വിശ്വസിക്കാൻ പ്രയാസമില്ല. അല്ലാമ ഇബ്നു സബ്ഇ തങ്ങൾ പറയുന്നു, മിൻ ഖസ്വായിസിഹി അന്ന ളില്ലഹു കാന ലാ യഖഉ അലൽ അർദ് വഅന്നഹു കാന നൂറാ. അല്ലാഹുവിൻ്റെ ഹബീബ് നൂറായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രകാശമായിരുന്നു. അല്ലാമ ഇബ്നുൽ ജൗസിയുടെ കിതാബുണ്ട് അൽ വഫാ ബി അഹ്വാലിൽ മുസ്തഫ. അബ്ദുറഹ്മാൻ ബിൻ ജൗസി തങ്ങൾ ഹബീബിൻ്റെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിശദമായൊരു ചരിത്രം അവരുടെ കിതാബുൽ വഫയിൽ ചെയ്യുന്നു. ഇമാം സുയൂത്തി റഹ്മഹുള്ളയുടെ ഖസായിസുൽ കുബ്രയിൽ നബി തങ്ങളുടെ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് നൂറാവാൻ കാരണം വജഅൽനി നൂറാ, എന്നെ പ്രകാശമാക്കി തരണേ എന്ന് നബി തങ്ങൾ ദുആ ഇറക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഗുണങ്ങൾ നബി തങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ പൂർണ്ണമായും ഏത് സമയവും നൂറായിരുന്നു, അല്ലെങ്കിൽ ഭൗതികമായ ശരീരം തങ്ങൾക്കില്ലായിരുന്നു എന്നൊന്നും ഇതിനർത്ഥമില്ല. പക്ഷേ അള്ളാഹു ആ ഒരു സ്ഥാനത്തേക്ക് ഹബീബിനെ ഉയർത്തിയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് അലൈഹിസ്സലാം കാന ഇദാ സാറ ഫീ അസിഖത്തി മിസ്ർ, ഈജിപ്തിന്റെ വഴിയോരങ്ങളിലൂടെ നടന്നു പോകുമ്പോ യുറാ തലഅലു വജ്ഹിഹി അലൽ ജുദ്റാൻ, ആ മുഖത്തിന്റെ പ്രകാശത്തിന്റെ തിളക്കം വഴിയോരങ്ങളിലെ മതിലുകളിൽ കാണപ്പെടുമായിരുന്നുവത്രേ. ഏതുപോലെ ഒരു വെള്ളത്തിലേക്ക് സൂര്യപ്രകാശമുണ്ടാകുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു പ്രതിബിംബം തൊട്ടടുത്ത ചുമരിൽ കാണപ്പെടുന്ന പോലെ യൂസുഫ് അലൈഹിസ്സലാം എന്ന സുമുഖനായ പ്രവാചകൻ, സുന്ദരനായ നബി തങ്ങൾ, ആ മഹാനായ പ്രവാചകരുടെ മുഖത്തിൻ്റെ പ്രകാശം ചുമരുകളിൽ കാണപ്പെടുമായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാം കാന വജ്ഹു യൂസുഫ് അലൈഹിസ്സലാം മിഥ്ലൽ ബർഖി, മഹാനവറുകളുടെ ആ മുഖം ഒരു മിന്നിത്തിളങ്ങുന്ന പ്രകാശമുള്ളതായിരുന്നു, മിന്നൽ പിണറ പോലെ പ്രകാശിക്കുമായിരുന്നുവെന്ന് മഹാനായ യൂസുഫ് തങ്ങളെ സംബന്ധിച്ചുള്ള റിവായത്തുകളുണ്ട്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, വകാനത്തിൽ മർഅ, ഏതെങ്കിലും ഒരു പെണ്ണ് ഇദാ തത്ഹു ലിഹാജത്തിൻ, മഹാനായ നബിയോട് എന്തെങ്കിലും ചോദിക്കാനോ അന്വേഷിക്കാനോ ഫത്വ ചോദിക്കാനോ വന്നാൽ ഗത്താ വജ്ഹഹു മഖാഫത അൻ തഫ്തതിന ബിഹി, തൻ്റെ മുഖം കണ്ട് ആ പെണ്ണിന് എന്നോട് പ്രേമം തോന്നിപ്പോകരുത് എന്ന് വിചാരിച്ച്, ആ പെണ്ണിൻ്റെ മനസ്സിൽ ഒരു ദുഷിച്ച ചിന്ത വന്നു പോകരുതേ എന്ന് വിചാരിച്ച് അന്യ പെണ്ണുങ്ങൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ മഹാൻ മുഖം പൊത്തിപ്പിടിക്കുമായിരുന്നുവെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇമാം ഇബ്നു അബി ഹാത്തിം തങ്ങൾ അവരുടെ തഫ്സീറിൽ, ഇമാം ത്വബറാനി തങ്ങൾ അവരുടെ മുഅ്ജബുൽ കബീറിൽ, ഇമാം സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിലൊക്കെ ഈ സംഭവം ഉദ്ധരിക്കുന്നു. യൂസുഫ് അലൈഹിസ്സലാം അങ്ങനെ ചെയ്തിരുന്നു. എന്തേ? അത് മലക്കുകളുടെ സ്വഭാവത്തോട് സാദൃശ്യമുള്ളൊരു സ്വഭാവമാണ്. മഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ ബീവി പ്രലോഭിപ്പിച്ചു എന്ന വാർത്ത നാട്ടിലാകെ പരക്കുകയും
താനൊരു നിരപരാധിയാണ്, ഇതുപോലെ സുന്ദരനായ ഒരാളെ കണ്ടാൽ നിങ്ങളും പ്രലോഭിതരാകും എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂട്ടുകാരികൾക്ക് ആപ്പിളും കയ്യിൽ കത്തിയും കൊടുത്ത് യൂസുഫ് അലൈഹിസ്സലാമിനെ അവരുടെ മുമ്പിലേക്ക് ഇറക്കിവിട്ട വഖാലത്ത് ഉഖ്റുജ് അലൈഹിൻ, യൂസുഫേ ആ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണേ എന്ന് പറയുകയും ഫലമ്മാ റഅയ്നഹു, പെണ്ണുങ്ങളെല്ലാം യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ അക്ബർനഹു വഖുൽന, അവർ പേടിച്ചുപോയി, അവർ അത്ഭുതപ്പെട്ടു പോയി. എന്താണിത് എന്നവർ പറഞ്ഞുപോയി. ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം, ഇത് മനുഷ്യനല്ല, ഇത് മാലാഖയാണ് എന്ന് ആ പെണ്ണുങ്ങളുടെ നാവുകൊണ്ട് പറഞ്ഞുപോയി അവര്. മാ ഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. എന്തുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാമിന് ആ ഒരു മഹത്വം കിട്ടിയത് എന്നത് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ അല്ലാമ ഖാദി ബൈദാവി റഹ്മത്തുള്ളാഹി തആല അലൈഹി യൂസുഫ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വിവരിക്കുകയാണ്. കഅന്നൽ ജംഅ ബൈനൽ ജമാലി വൽ ജമാലിർ റായിഖ് വൽ കമാലിൽ ഫായിഖ് والعصمة البالغة من خواص الملائكة. ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും, ഞാൻ എന്നെയും ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തട്ടെ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ബൈനൽ ജമാലിർ റായിഖ്, അതിമനോഹരമായ സൗന്ദര്യവും വൽ കമാലിൽ ഫായിഖ്, ഒരിക്കലും പ്രാപിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന വിധമുള്ള ഔന്നിത്യവും വൽ ഇസ്മത്തിൽ ബാലിഗ, തെറ്റിലേക്ക് പോകാതെ ശരീരം സൂക്ഷിച്ച മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പാപസുരക്ഷിതത്വം, അതിനാണ് ഇസ്മത്ത് എന്ന് പറയാ. മഅസൂമിങ്ങളാണ് അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, മഹ്ഫൂദിങ്ങളാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അല്ലാഹു നൽകുന്ന സംരക്ഷണമാണത്. തെറ്റിലേക്ക് സുലൈഖ ബീവി യൂസുഫ് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞത്, യൂസുഫേ, ഞാനുമായി നിങ്ങൾ വ്യഭിചാരം ചെയ്തില്ല എങ്കിൽ എൻ്റെ ഭർത്താവ് അധികാരിയാണ്, ഗവർണറാണ്, ആ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ മേൽ ഇല്ലാത്ത തെറ്റ് ചുമത്തി നിങ്ങളെ ഞാൻ ജയിലിലടക്കും. എന്തിന്? തെറ്റ് ചെയ്തില്ല എങ്കിൽ. ആരോടാണിത് പറയുന്നത് എന്നോർക്കണേ. യുവാവായ യൂസുഫ് നബി അലൈഹിസ്സലാം. നമ്മുടെ കുട്ടികളുടെ ഗ്ലാമർ പോലെ എല്ലാ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഗ്ലാമർ അൽ ജമാലുൽ ഫായിഖ്, ഒരു മനുഷ്യനും അതുവരെ നൽകപ്പെട്ടിട്ടില്ലാത്ത, അത് പിന്നെ കിട്ടി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് അജ്മലുൽ ഖലായിഖ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും പ്രകാശമുള്ള സൗന്ദര്യമുള്ളവർ ഹബീബായ നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതിന് തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാ? യൂസുഫ് അലൈഹിസ്സലാം. ശരീര സൗന്ദര്യമുണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ അല്ലേ, നല്ല സുമുഖന്മാരായ കുട്ടികൾ ഒരുപാടുണ്ട്, നല്ല ചെറുപ്പക്കാർ. അൽഹംദുലില്ലാ, നല്ല ദീനുള്ള കുട്ടികൾ. അൽഹംദുലില്ലാ, അല്ലാഹു അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ. ആ ഒരു ഇസ്മത്ത് അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമോ അല്ലെങ്കിൽ അല്ലാഹു നൽകിയ നിഅമത്തോ, ഒരു പെണ്ണ് എന്നിൽ ആകൃഷ്ടയാകണം എന്ന് വിചാരിച്ചാവല്ലേ, ഒരു പെണ്ണെന്നെ കണ്ടാൽ എന്നിലേക്ക് വരണം എന്നാഗ്രഹിച്ചുകൊണ്ടാവല്ലേ ഒരാണും ഒരു പെണ്ണിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി വേഷവിധാനങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ലെന്നാണ്. ഒരു പെണ്ണും അങ്ങനെ തന്നെ, ഒരാണ് എന്നിലേക്ക് ആകർഷിക്കപ്പെടണം. അപ്പോൾ അവളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒരല്പമെങ്കിലും പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന നല്ല മഫ്തക്കെട്ട നല്ല തലമറച്ച പെണ്ണുങ്ങൾ, ഫ്രണ്ടിൽ ലേശം, അപ്പോൾ അറബി പെണ്ണുങ്ങൾ കാണിക്കലുണ്ടല്ലോ, അത് സുന്നത്താന്ന വിചാരം. പെണ്ണെ, നിന്റെ ശരീരത്തിൽ ഒരു മുടി കാണുന്നത്, അതൊരു മനുഷ്യൻ കാണുന്നത് ഹറാമാണ്, കുറ്റകരമാണ്. അത് നീ കാണിച്ചു, ആ എത്ര ആൾ നിന്നെ കാണുന്നുണ്ടോ, നീയായിട്ട് അവസരമുണ്ടാക്കിയില്ലേ, അതിൻ്റെയൊക്കെ തെറ്റിൻ്റെ ഒരു ഓഹരി നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. എന്തിന്? ഏതായാലും മറച്ച് നടക്കുക, നല്ല തലയൊക്കെ സ്കാഫൊക്കെ ഇട്ട് നടക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ഫ്രണ്ടിൽ മാത്രം എന്തിനെ ഒഴിവാക്കിയിടുന്നത്? അതും കൂടെ മറച്ചുകൂടെ? മുഴുവനായിട്ടും നിഖാബ് വരെ ചെയ്ത് നടക്കണമെന്നാണ് ശർഇൻ്റെ മുഅ്മിനാത്തുകളോടുള്ള അഭ്യർത്ഥന. അപ്പോൾ
സൗന്ദര്യം കൊണ്ട് ഒരാൾ ആകർഷിക്കാനോ ആകർഷിപ്പിക്കാനോ, എനിക്ക് കുറേ ഫാൻസ് വേണമെന്ന് വിചാരിച്ചിട്ടോ, കുറേ ആൾക്കാരെൻ്റെ പിന്നാലെ കൂടണമെന്ന് വിചാരിച്ചിട്ടോ, കുറേ ലൈക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ കുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടാക്കി വിടുന്നില്ലേ, ടിക്ടോക്കിലും അതിലും ഇതിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ. ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾ തമാശയായിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവും. അത് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ശരീരം, പ്രത്യേകിച്ച് സഹോദരിമാർ, വളരെ സൂക്ഷിക്കണേ. നമ്മളിപ്പോൾ പറയുന്നത് ഇത്തരം ചെയ്യുന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒരുപക്ഷെ ഇത് കേൾക്കാൻ ഇടവരുന്നോ എനിക്കറിയില്ല. അവരൊന്ന് കേട്ടിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിനെയും അനുസരിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുഅ്മിനാത്തുകളുടെ കൊടിപിടിച്ച് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ആ ബീവിയുടെ പിറകിൽ നിൽക്കണം എന്നാഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് പറയാൻ, നമ്മുടെ ശരീരം പൊതുവസ്തു ആക്കാനുള്ളതല്ല, പ്രദർശിപ്പിക്കാനുള്ളതല്ല. നിങ്ങൾ സെൽഫി എടുത്തിട്ടും അല്ലാതെയും, ഹിജാബികൾ എന്ന് പറഞ്ഞിട്ടും അല്ലാതെയും, നിങ്ങളുടേതായ ചില കോപ്രായത്തരങ്ങളും കോമഡിയും സ്ലാങ്ങും അതും ഇതൊക്കെ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ളതല്ല. സഹോദര, നമ്മളും ശ്രദ്ധിക്കുക. കല്ല ഇന്നഹാ തദ്കിറ ലിമൻ ശാഅ ദക്കറ. ഇതൊരു ഉപദേശമാണ്, ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം. അങ്ങനെ ഖുർആൻ പറയാം. അത്രയേ നമുക്കും പറയാൻ പറ്റുള്ളൂ. ഇതിനാരും ഒച്ചപ്പാടുണ്ടാക്കി വരാൻ നിൽക്കണ്ട. അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളോടായി പറയുന്നത്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ നാലാൾ അറിയണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് വല്ലാണ്ടങ്ങ് മൂവായി പോയിട്ടുണ്ട്. അതൊരു വലിയ ഫിത്നയാണ്. അതിൻ്റെ വരും വരായികൾ ഒന്നും ശ്രദ്ധിക്കാതെയാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിശ്വാസിനികളോട് സൂചിപ്പിക്കുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ വന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ജിബ്രീൽ തങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വറഖത്ത് ബിൻ നൗഫൽ ഖദീജ ബീവിയോട് പറഞ്ഞ ഒരു അനുഭവം ഇൻഷാ അല്ലാഹ് വഴിയെ ചർച്ച ചെയ്യാനുണ്ട്. ഈ ഒരൊറ്റ വിഷയം നമ്മുടെ സംഘാടകരുടെ കാത്തിരിക്കുകയാണ്. كأن الجمع بين الجمال الرائق والكمال الفائق والعصمة البالغة من خواص الملائكة. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ആ അതിസൗന്ദര്യവും ഒരു സിനയിലേക്ക് വ്യഭിചാരത്തിലേക്ക് പോകരുത് എന്ന് വിചാരിച്ച് മഹാൻ ചെയ്ത പ്രൊട്ടക്ഷൻ എന്താ യൂസുഫ് നബി ചെയ്തത്? ഓടുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാ ചെയ്തത്, അല്ലേ? അങ്ങനെ സുലൈഖ ബീവി പിറകുന്ന് പിടിച്ചു. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കുപ്പായം ബാക്കിൽ നിന്ന് കീറി. ഇന്നത്തെ പോലെ വലിയ ബ്രാൻഡ് ഷർട്ടൊന്നുമല്ലല്ലോ ഒന്നിടുക. പിടിച്ചു വലിച്ചപ്പോൾ കീറി. യൂസുഫ് നബി ചെയ്തത് ഒരു നബിയുടെ പ്രവർത്തനമാണ്. എന്തേ? ഒരു വ്യഭിചാരത്തിലേക്കോ തിന്മയിലേക്കോ അവസരമുണ്ടാകുമ്പോൾ അവിടുന്ന് എസ്കേപ്പ് ചെയ്യണം. അതാണ് പറയുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കൂടുതൽ കള്ളുപിടിച്ചാലും ഞാൻ കുടിക്കൊന്നുമില്ല, എൻ്റെ കൂടുതലുള്ളവന് വ്യഭിചരിച്ചാലും ഞാൻ അവിടെ പോയി ഇരുന്നാലും ഞാനത് ചെയ്യുന്നില്ല. മുഅ്മിൻ അങ്ങനെയല്ല, അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണം. എന്തേ? തിന്മയിലേക്കുള്ള ടെൻഡൻസി പിശാച് അങ്ങനെ വലിയ സൗന്ദര്യമുള്ളതായിട്ട് നമ്മുടെ കണ്ണിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മളൊരു കുണ്ടിലേക്ക് കൊണ്ടുപോയി ഇറക്കി നമ്മളൊരു തെമ്മാടിയും വ്യഭിചാരിയുമായി